ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഫ്രോക്കിലേക്കാണ് കേട്ടോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിലേക്കും ഫ്രോക്കിലേക്കായാലും ഗൗണിലേക്കായാലും ഈസി ആയിട്ട് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബോഡി പീസാണ് ഇത്, ഫ്രണ്ട് പോർഷനിലേക്കുള്ള പീസ്, അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള 2 പീസ് സിബ് വെക്കുന്നുണ്ട്. രണ്ടായിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഫാബ്രിക്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക് ഞാനിവിടെ നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ മുതൽ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പം നെറ്റ് ഫാബ്രിക് വെക്കുന്നത്. അപ്പം നെറ്റ് ഫാബ്രിക് അല്ലെങ്കിൽ ഓർഗൻസ ഫാബ്രിക്കും ഒക്കെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് നെറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഞാനിവിടെ നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഫാബ്രിക്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റാണ് ആവശ്യമുള്ളത്. അതായത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഷോൾഡർ വരെയുള്ളത്. അപ്പോൾ അത്രയും മെറ്റീരിയൽ മാത്രം നമുക്ക് എടുത്താൽ മതി. കുറച്ച് ചെറിയ പീസ് ഫാബ്രിക്സിൽ തന്നെ നമുക്ക് ഇത് ട്രാൻസ്പെറൻറ്റ് നെക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ നെറ്റ് ബോട്ടം പാർട്ടിലേക്ക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ 1 ഇയർ ബേബിൻ്റെ മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഇയർ ബേബി വരെയൊക്കെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് തന്നെ മതിയാവും. അപ്പോൾ ഇതുണ്ടോ, ഈ ആം ഹോളിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ അവിടത്തേക്ക് വരെയുള്ളതാണ് നമുക്ക് മെറ്റീരിയൽ എടുക്കേണ്ടത്. അപ്പോൾ അതിന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചസാണ് കേട്ടോ ഈ ഒരു നെറ്റ് ഫാബ്രിക് എടുക്കുന്നത്. സ്വിങ് അലവൻസ് അടക്കം 4 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മൾ കുട്ടികളെ സൈസ് എടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുക. എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഒരുപാട് താഴ്ന്നു പോയാൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക് താഴ്ന്നു പോയാൽ ഭയങ്കര ബോറായിരിക്കും, ഒരുപാട് കയറിപ്പോയാലും ബോറായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് എടുക്കുക. ഇവിടം വരെയാണ് ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും. ചില ആൾക്കാരുടെയൊക്കെ ഫ്രോക്കിനൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെമ്മിലിട്ടാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇട്ടാൽ കാണാൻ പറ്റും വല്ലാണ്ട് താണിട്ട് ഉണ്ടാവും ആ ഒരു നെറ്റ്. അപ്പം നമുക്കൊരു ഭയങ്കര ബോറായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. എത്ര മെഷർമെൻറ്റ് വേണമെന്നുള്ളത്, എത്ര വരെ ട്രാൻസ്പെറൻറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഫാബ്രിക്സ് എടുത്തിട്ട് ഫാൻ ഇട്ടുകൊണ്ട് എല്ലാം പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് നെക്ക് 2 പീസുണ്ട്, ഡബിൾ പീസായിട്ടാണ് ഫാബ്രിക്സ് എടുക്കേണ്ടത്, സിംഗിൾ പീസ് അല്ല. കാരണം നമ്മൾ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇനി സിംഗിൾ പീസ് മതിയെങ്കിൽ സിംഗിൾ പീസ് എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ഡബിൾ പീസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് തിന്നായാൽ ഇട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുമ്പം സെയിം കളർ വേണ്ടെങ്കിൽ സ്കിൻ കളർ എടുക്കാം കേട്ടോ. എൻ്റെ ഈ ഒരു കസ്റ്റമറിന് സ്കിൻ കളർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെയിം ബോഡി നമ്മൾ ആ ഒരു സെയിം മാച്ചിങ് കളർ തന്നെ എടുത്തിട്ടുള്ളത്. അത് ബോട്ടം പാർട്ടിലുള്ള ഫാബ്രിക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ അടയാളപ്പെടുത്തുക. ഞാനിവിടെ 2.25 എടുത്തിട്ടുണ്ട്, രണ്ടും കുറച്ചും. അപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങൾ വിടുത്തെടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ലെങ്ത്ത് ഞാൻ 3 ഇഞ്ചസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോർമൽ സൈസാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ റൗണ്ട് സീനൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീനൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ നോർമലി ഈ ഒരു നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ, ഇതിപ്പോൾ നെക്ക് പോർഷൻ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 ലെയറായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ലെയറായിട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. 1 ലെയറായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഫിനിഷിങ്ങും നീറ്റൊക്കെ ഉണ്ടാവുക. മറ്റേതാകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പിന്നെ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് സിംഗിൾ ലെയർ എടുത്തിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. സിംഗിൾ ലെയർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നെറ്റ് ഫാബ്രിക്കിൽ. പിന്നെ നമ്മൾ ഓർഗൻസ ഫാബ്രിക്കിലാണെങ്കിൽ എന്തായാലും സിംഗിൾ ലെയർ ചെയ്യാൻ പറ്റില്ല വേറെ ഏത് ഫാബ്രിക്കും. നെറ്റ് ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ലെയറിലും ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഫാബ്രിക്സ് നമുക്ക് അങ്ങനെ പിന്നിപ്പോകുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ നെറ്റ് ഫാബ്രിക് ആകുമ്പോൾ.
അപ്പം ഇത് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ആ ഒരു നെറ്റിൻ്റെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് അയൺ ചെയ്തിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഡബിൾ ലൈനിങ് രണ്ടാമത്തെ ലൈനിങ് നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്. അതുകൊണ്ട് അതിൽ 1 പീസ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൈനിങ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിലേക്കാണ് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു നെക്കൊക്കെ കണ്ടോ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മൾ ലെങ്ത്ത് താഴോട്ട് കൊടുത്തിട്ടില്ല, കാരണം കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് താഴ്ന്നു പോയാലും വളരെ ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഫുൾ സിപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലോ ഇല്ലൊന്നും പോസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഫ്രോക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.